വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സും ബദാമും വെച്ചൊരു കിഡിലൻ പായസമാണ്. ആദ്യം തന്നെ 50 ഗ്രാം ബദാമിലേക്ക് അത് മുങ്ങോളം വെള്ളം ഒഴിച്ച് വെക്കുക. ഇത് നന്നായി കുതിർത്തണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ 2 സ്പൂൺ ബിരിയാണി അരിയും വെള്ളത്തിൽ ഇതുപോലെ കുതിർത്ത് വെക്കുക. ഒരു 2 മണിക്കൂറോളം കുതിർത്ത ശേഷം നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ബദാം ഇവിടെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് തൊലി കളഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തരിതരിപ്പായി അരച്ചെടുക്കാം. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കുതിർത്ത അരിയും ഇതുപോലെ തരിതരിപ്പായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു 1/4 കപ്പ് പാല് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 12 ഈത്തപ്പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1/2 കപ്പ് കൂടി പാലൊഴിച്ച് ഇതും നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കിട്ടണം കേട്ടോ. ഇനി ഞാനൊരു പാനിൽ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി ഈ പാല് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായി സ്റ്റവ് ഓൺ ചെയ്ത് നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പാലിൽ മിക്സ് ചെയ്ത് വെച്ച ബദാമും ബിരിയാണി അരിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു 10 to 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് അരച്ചു വെച്ച ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം ചേർത്ത ശേഷം നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ ഒരു 10 to 15 മിനിറ്റോളം നമുക്ക് ഇത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 സ്പൂണോളം മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു ചൂടായ പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് നട്ട്സ് ഇട്ട് നന്നായി ഒന്ന് വറുത്ത് കോരാം. ഇതിന് ശേഷം ബദാം ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇട്ട് നന്നായി ഒന്ന് മൊരിയിച്ചെടുത്ത ശേഷം നമുക്ക് ഈ പായസത്തിലേക്ക് ഒഴിക്കാം.